റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. റസൂലുള്ളാഹിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. കഴിഞ്ഞില്ല, നിർത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത, സർവ്വ മനുഷ്യരും, ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ചെറിയ ഉപകാരം ചെയ്യാൻ വേണ്ടി സർവരും ഒരുമിച്ച് കൂടിയാലും, ലം യൻഫഉക ബിശൈ, അവർക്ക് നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയുകയില്ല, ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. അതാണ് മുസ്ലിമിന്റെ മദ്രസ വിജ്ഞാനമാണത്. ഒരു മുസ്ലിമിന്റെ മദ്രസ വിജ്ഞാനമാണത്. എന്നാൽ ഇത് ഇന്ന് എത്ര മുസ്ലിമീങ്ങൾക്കറിയാം? എന്തു പ്രയാസമുണ്ടായാലും ജാറത്തിലേക്കും മഖബറയിലേക്കും ഓടുന്ന മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂലാണ് ഈ പറയുന്നത്. ഒരു ജാറത്തിലെ വലിയനും ഒരു സാഹിറിനും ഒരു മാരണക്കാരനും ഒരാൾക്കും അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ കഴിയുകയില്ല. ആ വിശ്വാസമുള്ളവനാണ് ഒരു മുസ്ലിം. ആ അഖീദയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ പറയാണ്, അതിന്റെ നേരെ വിപരീതം പറഞ്ഞു, സർവരും നിനക്കെതിരെ ഒരു ഉപദ്രവത്തിന് തുനിഞ്ഞാലും അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. മുസ്ലിമിന്റെ വിശ്വാസം അതാണ്. റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസം ഇതാണ്. ഇതിന് മറുപടി നിനക്ക് എന്താണുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന് നിനക്ക് എന്ത് മറുപടിയാണുള്ളത്? അത് സ്വീകരിക്കുക എന്നതല്ലാതെ. എന്ത് ദുരഭിമാനമാണ്, എന്ത് അഹങ്കാരമാണ്, എന്ത് ധിക്കാരമാണ്! അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് സ്വീകരിക്കാതിരിക്കാൻ മാത്രം എത്ര വലിയ ധിക്കാരമാണ് നിന്റെ ഹൃദയത്തിലേക്കുള്ളത്. റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചിന്തിക്കുക, ആലോചിക്കുക, ആർക്കാണ് നീ എതിരാകുന്നത് എന്ന് നീ ചിന്തിക്കുക.